ഹലോ, എല്ലാവർക്കും പാറസ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞാൻ ചായയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഞായറാഴ്ചത്തെ ഞങ്ങളുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഏത്തപ്പഴം പുഴുങ്ങിയതായിരിക്കും. വലിയ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ചായയൊക്കെ എടുത്തു. എന്നിട്ട് ഏത്തപ്പഴം പുഴുങ്ങാനുള്ളതും കൂടെ ഞാൻ വെച്ചു കേട്ടോ. അമ്മച്ചി പള്ളിയിൽ പോയി. ഞാനും കുഞ്ഞും വൈകുന്നേരം പോകാമെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. സമയം ഒരു 7:30 കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ എണീറ്റത്. പിന്നെ വേഗം ചായ എടുത്ത് ഏത്തപ്പഴവും പുഴുങ്ങി കുഞ്ഞിനുള്ള പാലും കൂടെ തിളപ്പിച്ചു കേട്ടോ. അവൾക്ക് ചിലപ്പോഴൊക്കെ പാല് മതിയെന്ന് പറയും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ പാല് കൊടുക്കും. കുഞ്ഞും എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നുകൊണ്ട് രാവിലെ അവളും അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഞ്ചസാര കണ്ടപ്പോൾ പിന്നെ അവൾക്ക് പഞ്ചസാര വേണം. എനിക്കും താട്ടെ അമ്മേ പഞ്ചസാര എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് പഞ്ചസാര ടിന്നിൻ്റെ അടപ്പിൽ തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. മാറ്റി കൊടുത്തതിന് സമ്മതിക്കില്ല. ടിന്നിയപ്പാടെയാണ് ചോദിച്ചത്. പിന്നെ അത് ടിന്നിൻ്റെ അടപ്പിലാക്കി കുറച്ച് കൊടുത്തു. അവളങ്ങനെ പഞ്ചസാര കഴിക്കുകയൊന്നുമില്ല. പക്ഷെ ചോദിച്ചപ്പോൾ കുറച്ചെടുത്ത് കൊടുത്തു എന്നുള്ളൂ. അത് ബാലൻസ് അവിടെ തന്നെ വെക്കും. പിന്നെ ഞാൻ വേഗം തന്നെ പോയി തീ പിടിപ്പിക്കാനാണ് കേട്ടോ നോക്കിയത്. നമ്മൾ കുറച്ച് പുളിയൊക്കെ വാങ്ങുന്നുണ്ട്. പുളിയൊക്കെ അതിൻ്റെ സൈഡിൽ വെച്ചാണ് കേട്ടോ ഉണക്കുന്നത്, വെയിലില്ലാഞ്ഞിട്ട്. പിന്നെ ഞാൻ അതിനെല്ലാം സൈഡിലേക്ക് മാറ്റി ചാരമൊക്കെ വാരിയിട്ട് തീ പിടിപ്പിച്ചു കേട്ടോ. ഞാൻ തീ പിടിപ്പിച്ചപ്പോഴേക്കും പിന്നെ അമ്മച്ചി വന്നു. അമ്മച്ചി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ പൊടി മൊത്തം വാരിയെടുത്തു കേട്ടോ. വീട്ടിൽ പാത്രങ്ങൾ വയ്ക്കുമ്പോൾ പിന്നെ തടസ്സമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് താറാവാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ ഞാനതിന് വേണ്ടി ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും സവാളയും എല്ലാം നന്നാക്കി എടുത്തു കേട്ടോ. നന്നാക്കി എടുത്തപ്പോഴേക്കും പിന്നെ അത് അമ്മച്ചി അരിഞ്ഞെടുത്തു. കുഞ്ഞ് ഓരോ കുസൃതി കാണിച്ച അടുക്കളയിൽ തന്നെയുണ്ട് കേട്ടോ. പിന്നെ നോക്കിയപ്പോഴാണ് തലേദിവസം വേവിച്ച് വെച്ച കുറച്ച് ചക്കയുണ്ടെന്ന് കണ്ടത്. പിന്നെ ഞങ്ങൾ രാവിലെ ചായ കുടിച്ചെങ്കിലും കുറച്ച് കഞ്ഞിയൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. കഞ്ഞിയും അച്ചാറും ഉണക്കമീനും കൂട്ടിയിട്ടാണ്. പിന്നെ തൈരും ഉണ്ടായിരുന്നു കേട്ടോ. തൈരും കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ചെറിയ വെയിലൊക്കെ തെളിയുന്നുണ്ട്. വേഗം തന്നെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും കുഞ്ഞെൻ്റെ പുറകെ ഓരോ അക്ഷരങ്ങൾ എഴുതിക്കാൻ പറഞ്ഞു വന്നു. അത് എഴുതി കൊടുക്കും. പിന്നെ അവൾ വന്ന് അത് എഴുതിയിട്ട് പോവും. പിന്നെ സ്റ്റാർ ഇട്ട് താട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വരും. വീണ്ടും നമ്മളതിന് സ്റ്റാറൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ അവൾ അവളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെയിൽ തെളിഞ്ഞത് കണ്ടുകൊണ്ട് തന്നെ അമ്മച്ചി വേഗം പുളി ഉണക്കാനായിട്ട് പുളിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ വേഗം തന്നെ അടിച്ചൊക്കെ വാരി കേട്ടോ. അടിച്ചൊക്കെ വാരി ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പറയാമെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞ് തന്നെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നുണ്ട്. അവൾ മഴ പെയ്യുമ്പോൾ പറയും. അത് കാരണം കൊണ്ട് നമുക്ക് പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല. പിന്നെ ഞാൻ അമ്മച്ചി ഓരോ കഥയൊക്കെ പറഞ്ഞാണ് കേട്ടോ പണി ചെയ്യുന്നത്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞാൽ ഞങ്ങളുടെ പണിയൊന്നും തീരത്തില്ല. കുഞ്ഞിനെ ഇരിക്കണമെങ്കിൽ കുഞ്ഞിൻ്റെ കസേര തന്നെ വേണം കേട്ടോ ഫ്രണ്ടിലിരിക്കാനായിട്ട്. ആ കസേരയിട്ട് അവിടെ ഇരുന്ന് ആൾ എഴുതുന്നു. മഴ പെയ്യുമ്പോൾ പറയും. അങ്ങനെയാണ് കേട്ടോ അവളുടെ രീതി. പിന്നെ വേഗം തന്നെ ഞാൻ അടിച്ചൊക്കെ വാരിയെടുത്തു. പിന്നെ അത് തുടയ്ക്കുകയും കൂടെ ചെയ്തു കേട്ടോ. പിന്നെ കുഞ്ഞ് സ്റ്റാറൊക്കെ ഇട്ട് വരാൻ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ സ്റ്റാറൊക്കെ ഇട്ട് കൊടുക്കും. അവളും അനങ്ങാതെ അവിടെ ഇരുന്ന് എഴുതിക്കോളും. നമ്മുടെയും പണികൾ നടക്കുമല്ലോ. സൺഡേ കുഞ്ഞിന് എൻ്റെ കൂടെ കൂടുതൽ ഇരിക്കാൻ സമയം കിട്ടുന്നതുകൊണ്ട് അവൾ സൺഡേ ഫുൾ എൻ്റെ കൂടെ തന്നെയായിരിക്കും കേട്ടോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മയെന്ന് വിളിച്ച് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിയും ഞാൻ എത്തുമ്പോൾ. അപ്പോൾ പിന്നെ അവൾക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് സൺഡേ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നത്. പിന്നെ ഞങ്ങൾ കറി വയ്ക്കാൻ തുടങ്ങി കേട്ടോ. അമ്മച്ചിയാണ് കറി വയ്ക്കുന്നത്. താറാവ് പാൽ പിഴിഞ്ഞാണ് കേട്ടോ കറി വയ്ക്കുന്നത്. നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി എടുത്ത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ, ചൊറുക്ക, തലപ്പാൽ, ഉപ്പ് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ തിരുമ്മി കേട്ടോ. നമ്മൾ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി എരിവ് നമ്മുടെ പാകത്തിന് ചേർത്താൽ മതി കേട്ടോ. നമുക്ക് കൊച്ചിനും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. എല്ലാം ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി കഴിഞ്ഞതിന് ശേഷം താറാവും കൂടി ഒഴിച്ച് തലപ്പാൽ ഒഴിക്കരുത്, 3-ാം പാലും കൂടി ഒഴിച്ചാണ് കേട്ടോ നമ്മൾ വേവിക്കാൻ വെച്ചത്. നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ വേവിക്കുന്നത്. നമുക്ക് വിറകടുപ്പിൽ വെക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇതിങ്ങനെ തന്നെ തിരുമ്മിയിട്ട് കുക്കറിൽ വെച്ചൊന്ന് വിസിലടുപ്പിച്ചതിന് ശേഷം വെക്കാം കേട്ടോ. വിറകടുപ്പിലേക്ക് വെക്കാം. നമുക്കിപ്പോൾ സമയമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൂടുതലും വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ എല്ലാം വെക്കുന്നത്. ഇതെല്ലാം തിരുമ്മി വെച്ചപ്പോഴേക്കും നമുക്ക് കുറച്ച് മീൻ കിട്ടി കേട്ടോ. ബ്രാലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് നല്ല ജീവനുള്ളതായിരുന്നു. അപ്പോൾ തന്നെ പിടിച്ചത് കിട്ടിയതാണ്. പിന്നെ കുഞ്ഞിന് കളിക്കാൻ കുറച്ച് നേരത്തേക്ക് അതും കൂടിയായി. പിന്നെ അവൾ അതിനെ ഇട്ട് ഓരോന്നിട്ട് ഇളക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിന് ജീവനുള്ളതുകൊണ്ട് പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ചാടുമ്പോൾ ആൾക്ക് പേടിയുണ്ടെങ്കിലും ആൾക്ക് നല്ല ഇഷ്ടമായി മീനെ. ജീവനോടെയുള്ള മീനുകളൊന്നും അങ്ങനെ കിട്ടാറില്ലാത്തതുകൊണ്ട്. കുഞ്ഞ് പിന്നെ മീനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ അതിൻ്റെ ചുറ്റും തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് കുറേ നേരം തന്നെ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു.
അവൾ അനക്കിയിട്ട് അനങ്ങുന്നില്ലെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ടും അനക്കിക്കുന്നുണ്ട് കേട്ടോ. കറി നമ്മുടെ അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. ആ അടുപ്പിൽ തീ കുറവായതുകൊണ്ട് നമ്മളിപ്പുറം അടുപ്പിലേക്ക് മാറ്റി കേട്ടോ. പിന്നെ ആ കറി അവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ചു. പിന്നെ ആ സമയം നമ്മൾ മഴ പെയ്തത് കാരണം കൊണ്ട് പുളിയൊക്കെ കൊണ്ടുവന്ന് വീണ്ടും പുകയ്ക്കിട്ടു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കൊട്ടത്തേങ്ങ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതെല്ലാം കൂടി എടുത്ത് നമ്മൾ വറുത്ത് വെക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇപ്പുറം അടുപ്പിൽ കറി നോക്കുന്നുണ്ട്. നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കേട്ടോ. ഒന്നാം പാലും കൂടെ ഒഴിച്ചാണ് നമ്മളിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കറി വാങ്ങി വെച്ചു കേട്ടോ. താറാവിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് മുകളിൽ പൊങ്ങി വന്നു കേട്ടോ. പിന്നെ നമ്മളത് കൂട്ടി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ഒരു 4 മണി ആയപ്പോഴേക്കും നമ്മൾ ചക്ക കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഒലത്തി താറാവ് കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ ചായ കുടിച്ചത്. പിന്നെ വേറെ ചായക്കൊന്നും ഉണ്ടാക്കിയില്ല, ചായ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പള്ളിയിൽ പോയത്. ഞാനും കുഞ്ഞും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോയി. കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല, ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.